വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മദർസ് ഡേ അല്ലേ, മച്ചി പണി ചെയ്യുന്ന കുറച്ച് പണികൾ ഞങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ഥിരം പറയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ പോയാലോ? ഹായ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി വാട്ടിയിട്ട് വെച്ചതാണത്. ഇപ്പോൾ നമ്മൾ കുഞ്ഞുമോളെ മദ്രസിൽ വിട്ടതിന് ശേഷമാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഓളെ മദ്രസിൽ വിട്ട് ഓൾ തിരിച്ച് വരും. നമ്മൾ കടിയൊക്കെ പകുതിയാക്കുമ്പോഴത്തേക്ക് ഓൾ തിരിച്ച് വരും. അവൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓളെ കടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാൻ ഓളെ പോയി കൂട്ടിയിട്ട് വന്ന് എന്നിട്ടാണ് നമ്മൾ കടി ചൂടാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഓളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്ത് കടി ഉണ്ടാക്കുകയാണെങ്കിലും പത്തിരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ ചുട്ടാൽ അതിൻ്റെ ബാക്കി പൊടി എടുത്തിട്ട് ഓളിങ്ങനെ കളിക്കും കേട്ടോ. നമ്മൾ ഇനി എത്ര വാങ്ങി വെച്ചിട്ടും കാര്യമില്ല, അവളത് ചെയ്തുകൊണ്ടേ നിൽക്കും. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു എന്താ പറയുക, നമുക്കൊരു ഉന്മേഷമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ഒരു ഉന്മേഷവും പണിയെടുക്കാനൊരു മടിയൊക്കെ. എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആവില്ലല്ലോ. പിന്നെ എടുക്കാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരം കഴിഞ്ഞ് കുഞ്ഞുവിനെ മദ്രസിലൊക്കെ വിട്ട് വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് റെഡിയായി. പിന്നെ ഓരോട്ടുള്ള അങ്കംവട്ടലല്ലേ, രാവിലെ ഓള് വന്ന് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പൊടിയിൽ കളിക്കണമുണ്ട്. പിന്നെ ചായയും കടിയൊക്കെ ആക്കി. ഓക്ക് ചായയും കടിയൊക്കെ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്ക് കൊടുക്കാനുള്ള സമയം കിട്ടില്ല. അതിൻ്റെ മുന്നേ മോനെ മദ്രസിലേക്ക് വിടണം. മോനക്ക് 9 മണിക്കാണ് മദ്രസ്. നമ്മൾ ഓനെ വിളിച്ച് നീപ്പിക്കണമെങ്കിൽ 1 മണിക്കൂർ നേരത്തെ പണിയാണ്. ഓന് നീക്കാൻ കുറച്ച് മടിയാണ്. കുഞ്ഞുമോളും നീക്കൂല രാവിലെ. കുഞ്ഞുമോളെടുത്ത് തോളിലിട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ. ഓനെ എടുക്കാൻ പറ്റില്ലല്ലോ. ഓന് എണീക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു നിങ്ങളൊന്ന് കൊടുക്കുമെന്ന് വെച്ച്. അപ്പോൾ ചായയും കടി എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് അമ്മച്ചിനെ കൊടുക്കാൻ സമ്മതിച്ചില്ല. അമ്മച്ചി തന്നെ വാരി തരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് കരയാണ്. അപ്പം ഞാൻ മൈൻഡ് ആക്കാണ്ട് അവിടെ നിന്നിട്ട് കടി ചുട്ട് കഴിയണ്ടേ ഓൻ പോകുമ്പോഴത്തേക്ക്. ഓനും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഓനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓളെന്താ കാണിക്കുന്നത് വെച്ചാൽ അമ്മച്ചി കൊണ്ടു കൊടുത്തിട്ട് ഓൾ കഴിച്ചിട്ടില്ല. അത് കണ്ടോ, വാശി പിടിച്ച് കച്ചറ ഉണ്ടാക്കുക, ഞാൻ തന്നെ വാരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതവിടെ വെച്ചിട്ട് അവിടെ കിടക്കുകയാണ് കഴിക്കാതെ. എനിക്കാണെങ്കിൽ അപ്പോൾ വാരി കൊടുക്കാനുള്ള സമയവും ഇല്ല. മോനെ വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മോനെ വിളിച്ചിട്ട് വരാം, എന്നിട്ട് വാരി തരാം, അതുവരെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ സോപ്പിട്ടിട്ട് പോയിക്കുക. എത്ര വിശന്നാലും വാരി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ വാരി കൊടുത്തേ പറ്റുള്ളൂ. പോലും വാരി കഴിക്കൂല. രണ്ടാളും അങ്ങനെ തന്നെ. കുഞ്ഞു പിന്നെയും വാരി കഴിക്കും കേട്ടോ. മോൻ തീരെ വാരി കഴിക്കില്ല, ഒരു സാധനം വാരി കഴിക്കില്ല. ഇത്രയായിട്ടും മോന് ഒറ്റയ്ക്ക് അഥവാ കൊടുത്താൽ പകുതി അവിടെ ഇട്ടിട്ട് പോകും. സ്കൂളിൽ നിന്നൊക്കെ ഒരു ഫുഡ് വാരി കഴിക്കുക, എങ്ങനെ കഴിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ട് ഒരു നേരം പോലും ഒരു ഫുഡ് വാരി കഴിക്കണേ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ മോനെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ. മോൻ നല്ല ഉറക്കമാണ്. എത്ര നേരമായാലും നമ്മൾ വിളിക്കാണ്ട് എണീക്കില്ല. വിളിച്ചാലോ 1/2 മണിക്കൂർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ തോളിലവിടെ കിടക്കും. എന്നിട്ടൊക്കെ എണീച്ച് വരുള്ളൂ. അങ്ങനെ എണീച്ചിൻ്റെ തോള് കിടന്ന് നിന്ന് മദ്രസ പോകാൻ നേരം വൈകിട്ടോ. 10 മിനിറ്റ് നേരം വൈകിട്ടാണ് പോയത്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പോയത്. ചായ കൊടുക്കണമെന്ന് അതാ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന്. നല്ല കരഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കേണ്ടത്. അത് കണ്ട് എൻ്റെ തോള് കിടക്കണ്. വിഷമിച്ചിട്ടാണ് മദ്രസ പോണേ. ഓനെ മദ്രസിൽ വിട്ട് വന്നതിന് ശേഷം ഞാൻ കുഞ്ഞുമോക്ക് ഭക്ഷണം പത്തിരിയും ചായയൊക്കെ കൊടുത്ത് വാരി കൊടുക്കാതെ കഴിക്കൂല. എത്ര നേരം അവിടെ ഞാൻ വെച്ചാലേ കഴിക്കൂല. പിന്നെ വേഗം കഴിക്കൂല, അക്കം പോലെ കഴിക്കുള്ളൂ. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കുഞ്ഞുന് കേട്ടോ. ഓക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെ പരിപാടിയിലേക്ക് നമ്മളങ്ങോട്ട് കയറും. ഓരോരു ഭാഗത്താക്കാതെ, ഓരോ മദ്രസിലെ സ്കൂളൊന്നും പറഞ്ഞേക്കാതെ നമ്മളൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്മച്ചി പറയും രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ മുറ്റടിച്ച് വരണമെന്ന്. പക്ഷേ ഞാൻ 10 മണിയാകുമ്പോഴാണ് എനിക്ക് അടിച്ചു തരാൻ പറ്റുക കേട്ടോ. നമ്മളെ മുറ്റടിക്കുന്നത് 10 മണിക്കാണ്. ഭയങ്കര പൊടിയായിരിക്കും മുറ്റടിക്കുമ്പോൾ. എന്താ വെച്ചാൽ രാവിലെ അടിക്കാൻ നേരം ഉണ്ടാവില്ല. 6:30 കുഞ്ഞുമോക്ക് മദ്രസ്. അത് കഴിഞ്ഞ് അവിടെ മദ്രസിൻ്റെ അവിടം വരെ കൊണ്ടുപോയേക്കണം. കുട്ടികളെ കൂട്ടത്തിൽ പോവില്ല. ഇവിടുന്ന് കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഓരോ കൂടെ ഒന്നും പോവില്ല. ഞാൻ അവിടം വരെ കൊണ്ടുപോയേക്കണം. മദ്രസിലേക്ക് കുറച്ചങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് പിന്നെ മദ്രസിൽ നിന്ന് കൂട്ടാനും ഞാൻ പോകണം. അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ സമയം പോകും. 1 മണിക്കൂറോളം എനിക്ക് അങ്ങനെ പോകും. പിന്നെ ചായയും കടിയൊക്കെ ആക്കി മോനെ എണീപ്പിച്ച് മദ്രസിൽ വിടുമ്പോഴത്തേക്ക്
സമയം 9:30 ഒക്കെ ആവും. പിന്നെ വന്ന് ഓക്ക് ചായയൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് 9:30-10 മണിയൊക്കെ ആവും നമ്മൾ പണി തുടങ്ങുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒരുവിധം അടിച്ച് വാരി കഴിഞ്ഞു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കാണുള്ളൂ കേട്ടോ, പിന്നെ ഒരു പരത്താൻ തുടങ്ങും. പിന്നെ നമ്മളെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കില്ല. ചെടിയൊക്കെ നിറച്ച് ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെടിയൊന്നുമില്ല, കോഴിക്കളൊക്കെ കൊത്തി തിന്നിട്ട് ചെടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉള്ളതിന് നമ്മൾ വെള്ളം ഒഴിക്കണമല്ലോ. രാവിലെ എണീച്ചിട്ട് എല്ലാം ഒന്ന് നനച്ച് കൊടുക്കും. റോസാക്കൊമ്പൊക്കെ ഞാൻ വെട്ടിയതാട്ടോ, നല്ല റോസൊക്കെ ഉണ്ടായിരുന്നു. ജമന്തിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മളെ മറ്റേ വേറൊരു ചെടിയില്ലേ വെള്ളത്തണ്ട് പോലത്തെ നല്ല നല്ല പൂവുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കോഴികൾ തിന്നിട്ട് ഒക്കെ തീർന്നു കേട്ടോ. അവിടെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയുണ്ട്, ഞാൻ കുഴിച്ചിട്ടാട്ടോ. അതിനൊക്കെ വെള്ളം നനച്ച് പിന്നെ ഞാൻ അവിടെ കുറച്ച് പുതിന നട്ടിട്ടുണ്ട് കേട്ടോ. പുതിന നന്നായിട്ട് ഉണ്ടാവലുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം നനച്ച് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുള്ള വെള്ളം നന കുറഞ്ഞിട്ടാണ്. വൈകുന്നേരവും രാവിലെ നന്നായി വെള്ളം നനക്കണം, എന്നാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ പുതിന. ഇടയ്ക്ക് ഞാൻ മുറിക്കലുണ്ട്, നല്ലോണം മുറിച്ച് വെക്കും ഞാൻ ഫ്രിഡ്ജിൽ. മുറിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കും. ഇതെന്താണെന്നറിയോ, നമ്മൾ നോമ്പിന് വത്തക്ക ഇഷ്ടം പോലെ വാങ്ങിയില്ലേ, ആ വത്തക്കൻ്റെ കുരു ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാനത് നട്ടതാണ് കേട്ടോ. വള്ളി ഉണ്ടായിട്ടുണ്ട്, ഇവ കായ ഉണ്ടാവുമെന്നറിയില്ല, ഉറപ്പൊന്നുമില്ല. ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നട്ടതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് കറിവേപ്പിൻ്റെ ഇല. എൻ്റെ കറിവേപ്പിൻ്റെ ഇല എൻ്റെ ഒരു വലിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന്, ഇത്രയും വളർത്തിയതെന്നുള്ളൊരു വീഡിയോ, ഞാനിടുന്ന വളം കേട്ടോ. പലരും പലതും പറയും, പക്ഷെ ഞാൻ നോക്കിയിട്ട് നന്നായിട്ട് വളർന്ന് വലുതായിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ കൂടി വലുതായി, അന്നത്തേനേക്കാളും കുറേ കൂടി വലുതായി എൻ്റെ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. മക്കളവിടെ കളിക്കുന്നുണ്ട്, ഓരോ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അവരോടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫയൊക്കെ തട്ടിക്കൊട്ടി വിരിക്കുക, ബെഡൊക്കെ നേരാക്കി വിരിക്കുക, ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണല്ലോ അടുത്ത നമ്മളെ പരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം അടിച്ച് വാരാനും തുടയ്ക്കാനൊക്കെ. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അടിച്ച് വാരൽ അല്ല, ഇത് ഒതുക്കി പെറുക്കി വെക്കുക, ബെഡ് വിരിച്ചിടുക എന്നൊക്കെ ഉള്ളതാണ് എനിക്കൊരു പണിയായിട്ട് തോന്നുന്നത്. അപ്പുറത്ത് കണ്ടത് ചെറിയ ബെഡ് മോനക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ മോൻ ഇന്ന് വരെ അതിൽ കിടന്നിട്ടില്ല. മോൻ എൻ്റെ അടുത്തേ കിടക്കുള്ളൂ, അവിടെ കിടക്കാൻ പറഞ്ഞാൽ കിടക്കൂല, ഓൻ എൻ്റെ അടുത്താണ് കിടക്കുക. പിന്നെ നമ്മൾ അടിച്ചുവാരൽ പരിപാടി, കലാപരിപാടികൾ തുടങ്ങി. അപ്പോൾ ഇന്ന് ഇത് ഷൂട്ട് ചെയ്ത് തരാൻ നിന്നപ്പോഴാണ് മോന് കുഞ്ഞുമോളും ഇത്രയും പണി ഈ പറയലുണ്ടെന്ന് അറിയുന്നു കേട്ടോ. അതുവരെ അതെടുക്കും വെച്ചേ, ഇതെടുക്കും വെച്ചേ, അതെടുക്കും വെച്ചേ അറിയും. ചോദിക്കുമ്പോഴത്തേക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കും കേട്ടോ മോന്. അപ്പോൾ ഇന്ന് പറയുകയാണ്, ഉമ്മച്ചിയെ ഇത്രയും പണി ഉമ്മച്ചി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്നോടോ. ചെറുതല്ലേ എന്നാലും ചോദിക്കുക, ഉമ്മച്ചിയെ ഇത്രയും നേരം എടുത്തിട്ടാണോ ഉമ്മച്ചി അടിച്ചൊരു തുടയ്ക്കണേ, പിന്നെ ഇത്രയും സമയം എടുക്കുന്നുണ്ടോ ഉമ്മച്ചി ഓരോ പണി എടുക്കാൻ, ഇത്രയും പണി ഉണ്ടോ പെരയിൽ, ഞാൻ സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. ഇന്ന് ഭക്ഷണമൊക്കെ കളഞ്ഞിട്ട് വന്നിട്ട് കഴിച്ചിട്ട് വേഗം അടിച്ചു വാരി ഇടുക. അപ്പോൾ ഓര് കാണാത്തത് കൊണ്ടാണ് കേട്ടോ, നമ്മളെ പണി എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു ലോഡ് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളെ കാണിക്കാത്തതുകൊണ്ടാണ്, വെറുതെ എന്തിനാ വെറുപ്പിക്കണേ വിചാരിച്ചിട്ട്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ പത്തിരിയും ഇന്നലത്തെ സാമ്പാറുമാണ് കേട്ടോ കഴിക്കണേ. എല്ലാം കുറച്ച് പണി ഇങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനത്തോടു കൂടി ചായ കുടിക്കാമല്ലോ. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇനി ബാക്കി പരിപാടികൾ. പിന്നെ അപ്പോഴത്തേക്ക് മോൻ വന്നിട്ടോ. മോനൊരു 11 മണിയാകുമ്പോൾ വരും. മോൻ വന്നപ്പോൾ അവനക്ക് കുറച്ച് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഒരു ഗ്ലാസ് ടാങ്ക് കലക്കി കൊടുത്തു. സാധാരണ ചായയും കടിയൊക്കെയാണ് കുടിക്കൽ, ചിലപ്പം വെള്ളം എന്തെങ്കിലും കലക്കി കൊടുക്കും. ഭയങ്കര ഇഷ്ടം വെള്ളം കലക്കി കൊടുത്താൽ. പറയണില്ലേ, സൂപ്പറാണ് അറിയും, എന്തുണ്ടാക്കി കൊടുത്താലും സൂപ്പറാണ് അറിയും. ഇനി എന്തുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സും കൂടെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ട് ബുക്ക് വരെ എടുത്ത് വെച്ചിട്ടില്ല, വേഗം ടാബ് എടുത്തിട്ട് അതിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് ബാഗ് കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞ അവിടെ വേഗം കേക്ക് കിട്ടും എന്ത് പറഞ്ഞാലും. അപ്പോൾ മൂപ്പര് ക്ലാസ്സൊക്കെ എൻ്റെ കയ്യിൽ തന്ന് വേഗം ബുക്കൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ വന്നിട്ട് അവിടെ ഇരുന്നു.
ടാബൊക്കെ കാണാൻ നമ്മളെ പണിയിലേക്ക് കിടക്കുക. പണി തീരാത്തത് ഒന്നാമത് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് പണി തീരാത്തത്. എനിക്ക് എന്നും മാക്സിമം 3 മണിയെങ്കിലും ആവും എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ തിരുമ്പി കുളിക്കുമ്പോഴത്തേക്ക് കേട്ടോ. പിന്നെ ഞാൻ തുടക്കാൻ തുടങ്ങി. കുഞ്ഞുമോളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുമോൾ മേലെ കയറിയിരുന്നിട്ടോ. ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എങ്ങനെ ആയിട്ടും. അവളെ കൈയൊക്കെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ പറയും അമ്മച്ചി എന്താ കാട്ടുക, ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പറ്റണ പോലെ ഷൂട്ട് ചെയ്യുന്നത്. മേലെ കയറിയിരുന്ന് എന്തായാലുമൊക്കെ ഷൂട്ട് ചെയ്ത് തന്ന്. ഇങ്ങനെ തുടയ്ക്കണമെങ്കിൽ ഒരു 1.5 പണിയാണ്. വെള്ള ടൈലായതുകൊണ്ട് എങ്ങനെ നമ്മൾ തുടച്ചാലും മുടിയൊക്കെ പെട്ടുപോയാൽ വലിഞ്ഞിങ്ങനെ കളിക്കും കേട്ടോ. എന്നാലും ഞാൻ പെട്ടെന്ന് തുടച്ചെടുത്ത് എന്നും തുടയ്ക്കണോണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ദിവസം തുടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തുടയ്ക്കാൻ നേരെ വൈകി കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ തുടയ്ക്കാണ്ടിട്ടാൽ നമ്മൾ അടങ്ങാറാവും. എന്നും തുടയ്ക്കണോണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ഞാൻ പിന്നെ എന്നും എത്ര വയ്യെങ്കിലും എന്താക്കുന്നറിയോ, ഒന്നും ഇങ്ങോട്ട് തുടച്ചിടും. അല്ലെങ്കിൽ പിന്നെ ഇടങ്ങാറാവല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ടും അടിച്ച് വാരിയിട്ടും ഒന്നും കാര്യമില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അതാ ഇങ്ങനെ ഇപ്പോഴേ കാണുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് തന്നെ തുടച്ച പാടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് തന്നെ കേട്ടോ. ഇപ്പോഴേ ഇങ്ങനെ കാണുള്ളൂ. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു മൊത്തം സ്ഥലം പരത്തിയിടും കേട്ടോ. അതുകൊണ്ട് മോൻ്റെ കൂട്ടുകാരൊക്കെ വന്നേ. ഇത് മിസ്സബ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. ഇവൻ മാത്രമല്ല 2-3 കുട്ടികളും കൂടെ ഉണ്ട് വരാൻ. ഒരു വന്നാൽ ഒരു കൊച്ചു ടീവിയും തുറന്നിട്ട് അവിടെ ഇരിക്കും. അലമ്പും കച്ചറിയൊന്നും ഇല്ല കേട്ടോ. ഒരു പിന്നെ അവിടെ ഇരുന്നോളും. പിന്നെ മിഠായിത്തോലും കടലാസും സാധനങ്ങളൊക്കെ ഒരറിയാണ്ട് അവിടെ ഇടും. ഇന്ന് എന്താണെന്നറിയില്ല. ഇന്ന് ഞാൻ പണി ചെയ്യണ കണ്ടിട്ടാണ് തോന്നുന്നത്. ഇടുന്ന സാധനങ്ങൾ വേഗം പെറുക്കിയിട്ട് വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചോറും കറി വെക്കുന്ന പരിപാടിയിലേക്ക് ഇടുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ ഞായറാഴ്ച എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണം. അപ്പം എന്നോട് പറഞ്ഞു അമ്മച്ചി തേങ്ങാച്ചോറും ചിക്കൻ കറിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറ് അടുപ്പത്തായി ഉള്ളി വാട്ടാൻ വെച്ച് ഞാൻ എന്താക്കി തുണി അലക്കാനിടാൻ പോയിട്ടോ. വാഷിംഗ് മെഷീനും കൂടെ അല്ലെങ്കിൽ എൻ്റെ ഗതി അതോ ഗതിയായിരിക്കും. മെഷീനിൽ തുണിയാളിട്ട് വന്ന് നോക്കും. പിന്നെ അത് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് അലക്കി വന്നപ്പോഴത്തേക്ക് ചോറും കറിയും സെറ്റായിട്ടോ. തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും സെറ്റായി. പിന്നെ ഞാനെന്താക്കി കുട്ടികളെ ഞാനും കുഞ്ഞുമോളും കുളിക്കാൻ പോയി. മോനെ കുറേ കുളിക്കാൻ വിളിച്ചോ വന്നു. കുഞ്ഞുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞില്ലേ കുഞ്ഞാ? മോൻ കുളിച്ചിട്ടില്ല. വൈകുന്നേരം കളി കഴിഞ്ഞിട്ട് കുളിക്കാനിട്ട്. ആ അങ്ങനല്ലേ നമ്മൾ താന്നു കൊടുക്കണം. ആ സാരില്ല, അവിടെ ഇരിക്കേ. ഇനി അടുത്ത രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുക്കണം. ഒറ്റ ഫുഡും 2 ആളും വാരി കഴിക്കൂല. എപ്പോ ആ കുഞ്ഞു എപ്പോഴെങ്കിലൊക്കെ കഴിക്കും. നീ എപ്പോഴാ വാരി കഴിച്ചേ? സമയം ഇങ്ങോട്ട് പറയണം. രാത്രി ആ ആ ആ ഓൻ തിന്നൂല. അപ്പം മെച്ചെന്നെ വാരി കൊടുക്കും. ഉള്ളത് വയറ്റിലേക്ക് എത്തിക്കോട്ടെ. അപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളെ പെരയത്തെ പണി അങ്ങനെയൊന്നും തീരില്ല ഗൈസ്. ഇനി ചോറ് തിന്നണം, ചോറുന്ന പാത്രം കഴുകണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ നോക്കണം, അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ നോക്കണം, അതിൻ്റെ ഇടയിൽ ഇവരെ നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പണി എന്ന് പറയുന്നത് അങ്ങനെ തീരുന്നൊരു പണിയല്ല. അപ്പോൾ ഷബിന് മാമിൻ്റെ അടുക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് ചോറുന്ന് പണിയൊക്കെ തീർന്നിട്ടല്ല, കുറച്ച് പണിയൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവും. സൗണ്ട് വെക്കല്ലേ കുഞ്ഞതിൻ്റെ. അപ്പോൾ നമ്മൾ പറയാത്ത പണി തീർന്നിട്ട് നമ്മളങ്ങോട്ടും പോകലുണ്ടാവില്ല. അപ്പോൾ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ താഴെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.